SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സ് പഠിച്ച ആരെങ്കിലും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഈ ഭൂമിയിലോ എവിടെയെങ്കിലും ഉണ്ടോ? ഒട്ടും മനസ്സിലാകാത്ത ഒരു പ്രകൃതം. സാമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയ ബന്ധം പാടില്ലെന്നുള്ള ഒരു അലിഖിത നിയമമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാമുദായിക സംഘടനകൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് രസകരം. എല്ലാവർക്കും എന്നുവെച്ചാൽ എല്ലാ സാമുദായിക സംഘടനകൾക്കും അത്യാവശ്യം രാഷ്ട്രീയ ചായ്വുകളും മറ്റുമുണ്ട്. ഇപ്പോൾ ജി സുകുമാരൻ നായർ നേതൃത്വം നൽകുന്ന NSSന്റെ കാര്യമെടുത്താൽ കാലങ്ങളായി NSS സമദൂര സിദ്ധാന്തമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും ആ സമദൂരം കോൺഗ്രസിന് ശരിദൂരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ NSS BJP ചായ്വ് പ്രകടിപ്പിച്ചു തുടങ്ങിയോ എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. സത്യം പറയാലോ, സംശയമല്ല, കാര്യം തന്നെയാണ്. സമൂഹമാധ്യമങ്ങളിലെ നായർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് BJPക്കാരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. BJP അനുകൂല നിലപാടുകൾ കൊണ്ട് ഈ നായർ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ പൊട്ടിത്തകരും എന്ന അവസ്ഥയിലാണ്. മാത്രമല്ല, സുകുമാരൻ നായരെ സംബന്ധിച്ച് കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാവരും നായരായിരിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരർത്ഥത്തിൽ ഈ സുകുമാരൻ നായരെ പോലെയല്ല വെള്ളാപ്പള്ളി നടേശൻ. നിലപാടുകൾ കൃത്യമായ നിലപാടുകളായി അദ്ദേഹം പറയും. വിമർശിക്കുന്നതൊക്കെ കാര്യമായിട്ടങ്ങ് വിമർശിക്കും. എന്നാൽ പ്രവൃത്തികളാണ് പ്രശ്നം. ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിരുന്നത് ഈഴവ സമുദായമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും SNDP യോഗത്തിലൊക്കെ ഇടതുപക്ഷക്കാരുടെ മേൽക്കോയ്മ കുറച്ച് കൂടുതലാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ BDJS എന്ന രാഷ്ട്രീയ സംഘടന പ്രഖ്യാപിച്ചത്. SNDP യോഗത്തിന് പണ്ട്, അതായത് 1976 മുതൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന SRP നിലവിലുണ്ടായിരുന്നു. 1982 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളും ഈ പാർട്ടി നേടുകയും ചെയ്തിരുന്നു. പിന്നാലെ പാർട്ടി അസ്തമിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു നീക്കമായിരുന്നു സത്യം പറഞ്ഞ് 2016 ആരംഭിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ മനസ്സിലുമുണ്ടായിരുന്നത്. മാത്രമല്ല, സ്വന്തം മകൻ്റെ ഭാവി സുരക്ഷിതമാക്കുകയും വേണമായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ പണി പാളി. ആരംഭം മുതൽ BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമാണെങ്കിലും ഇതുവരെ പാർട്ടിക്ക് പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തിരഞ്ഞെടുപ്പിൽ പോലും വിജയിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെള്ളാപ്പള്ളിയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ്. അതായത് താൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന SNDP എന്ന സംഘടനയുടെ ബലത്തിൽ BDJS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയെ BJPയുടെ വീടിൻ്റെ പിറകുവശത്തെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയും ചെയ്ത സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് ഇടതുപക്ഷ അനുകൂല വർത്തമാനങ്ങളാണ്. മാത്രമല്ല, BJPയെ നന്നായി വിമർശിക്കുകയും ചെയ്യും. താൻ നിർമ്മിച്ച സ്വന്തം മകന് നൽകിയ പാർട്ടി ഇപ്പോൾ BJPയുടെ കൂടെയാണ് എന്നുള്ള ഒരു ചിന്തയും പുള്ളിക്കില്ല. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു പിടുത്തവുമില്ല. വെള്ളാപ്പള്ളിയും മകനും പിന്നെ ആ BDJS പ്രവർത്തകരുമൊക്കെ ഈ ലോകത്തൊന്നുമല്ല, വേറെ ഏതോ സങ്കല്പ ലോകത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1-2 വർഷം കൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായി. ചരിത്രത്തിലാദ്യമായി തുടർഭരണത്തിലൂടെ വീണ്ടും അധികാരത്തിലേറിയ LDFന് ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. മറ്റൊരു കാര്യം ആലോചിക്കാനുള്ളത്, കഴിഞ്ഞ തവണയും മന്ത്രിസഭയുടെ ഏകദേശം പകുതി കൂടുതലായപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ അവസാനം പിടിച്ചു കയറിയ LDF മികച്ച ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു. ഇത്തവണത്തെ കാര്യം കണ്ടറിയാനുണ്ട്. കാരണം ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ LDF തന്നെ 3ാമതും അധികാരത്തിലേറാനാണ് സാധ്യതയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. താനിത് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ആ കാരണങ്ങൾ പരിശോധിച്ചാൽ ഇയാൾ പറയുന്നതിൽ കാര്യമില്ല എന്ന് നമുക്ക് തോന്നും. അതായത് BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിൽ വോട്ടുകൾ പിടിക്കുമെന്നും അതിൻ്റെ ഗുണം ലഭിക്കുന്നത് LDFന് ആയിരിക്കുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാദം. ഇടതു മുന്നണിയേക്കാൾ UDFൻ്റെ വോട്ടുകളാണ് കൂടുതലും NDAക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഗുണം കിട്ടുക ഇടതു മുന്നണിക്കാണ്. NDA ആണിപ്പോൾ ഇടതു മുന്നണിയുടെ ഐശ്വര്യം. ഇടതു പാർട്ടികളെ സ്വന്തം രക്തം നൽകി വളർത്തിയവരാണ് പിന്നോക്ക പട്ടിക വിഭാഗക്കാർ. അവരെ മറന്ന് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിൻ്റെ പ്രതിഫലനമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ദൃശ്യമായതെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. തെറ്റുതിരുത്തിയാൽ ഇടതുമുന്നണിയെ അവർ പിന്തുണയ്ക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതായത് വെള്ളാപ്പള്ളി പറയുന്നത് SNDP യോഗം അഥവാ ഈഴവ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ്. അഥവാ വീണ്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ ഇടതുപക്ഷം തോൽക്കും എന്നുള്ള ഒരു സൂചന കൂടി അതിലുണ്ട്, അല്ലേ? ആണ്. അപ്പോൾ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ അധികാരത്തിലെത്താൻ LDFന് എന്തൊക്കെ മാറ്റങ്ങളാണ് തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ വരുത്തേണ്ടതെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇടതുപക്ഷത്തിനുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചെങ്കിലും അത് കുടിശ്ശികയാക്കി എന്നുള്ളതാണ് അതിൽ പ്രധാനം. അക്കാര്യം സത്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാരാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും ഇടതുപക്ഷമാണ്. എന്നാൽ ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ വിഷയം നിലവിലുണ്ട്.
അത് ബാക്കിയുള്ള കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്ത് ഒന്ന് ശരിയാക്കണം. പിന്നെ ഇപ്പോൾ മാവേലി സ്റ്റോറുകൾ കാലിയാണ്. സാധാരണക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്ന പരിപാടി നിർത്തി. പോയിട്ട് കാര്യമില്ല, അവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഒന്നും മാവേലി സ്റ്റോറിലില്ല. ഇതും ഇടതുപക്ഷത്തിന് സാധാരണക്കാരുടെ വോട്ട് കുറയാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പാവപ്പെട്ടവൻ്റെ വേദന ഇടതു സർക്കാർ മനസ്സിലാക്കാതെ പോയി എന്നുള്ളൊരു വലിയ പരാതിയും വെള്ളാപ്പള്ളി നടേശനുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എല്ലാ നേതാക്കൾക്കും ഒരേ ശൈലി ഉണ്ടാകും, മുഖ്യമന്ത്രിക്കും ഒരു ശൈലിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നൊന്നും പറയാൻ താൻ ആളില്ലെന്നും മാധ്യമപ്രവർത്തകരോട് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. പിണറായി സർക്കാരിനെയും CPM-നെയും താൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ്. യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത് കടമയാണ്. ഇപ്പോൾ മുസ്ലിം വിരുദ്ധനായും ഗാന്ധി വിരുദ്ധനായും കള്ളു കച്ചവടക്കാരനായും തന്നെ ചിത്രീകരിക്കാനാണ് വ്യാപക ശ്രമം. താൻ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ തൻ്റെ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതി അംഗങ്ങളിൽ ചിലർ രാജിവെച്ചതാണ് പരിഹാസ്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇടതുപക്ഷം 3-ാം തവണയും തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗവും UDF അനുകൂല സാഹചര്യങ്ങളും ഇല്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. വെള്ളാപ്പള്ളി പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാം, പക്ഷേ കണ്ണുമടച്ചു വേണ്ട എന്നുള്ളതാണ് ഉത്തരം. സംസ്ഥാനത്ത് ഓരോ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ തോൽക്കുമെന്നും ആരെങ്കിലുമൊക്കെ ജയിക്കുമെന്നുമൊക്കെ വെള്ളാപ്പള്ളി പ്രവചിക്കും. പക്ഷേ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ 1-2 പേർ തോൽക്കുകയും 1-2 പേർ ജയിക്കുകയും ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രവചനം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. വിശ്വസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അത്രമാത്രം.